എന്ന് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ കമ്മ്യൂണിയൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിലേക്ക് നമുക്കറിയാം കൈനീട്ടണമെങ്കിൽ ഏറ്റവും വിശുദ്ധിയോടുകൂടി വേണം നാം അതിലേക്ക് കൈനീട്ടുവാൻ. അത്രയധികം വിശുദ്ധിയോടുകൂടി മാത്രമേ ഇത് അനുഭവിക്കുവാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ കമ്മ്യൂണിയൻ നാം അനുഭവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി നാം ജീവിക്കേണ്ടതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:16. 1 Peter chapter 1 verse 16. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കൃത്യമായിട്ട് തന്നെ ബൈബിൾ പറയുകയാണ്, യു ഷാൽ ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും വലിയ ഒരു കൽപ്പനയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിയോടുകൂടി അല്ലാതെ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല. അപ്പോൾ വിശുദ്ധിയില്ലാതെ കർത്താവിൻ്റെ മുമ്പാകെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ചിലപ്പോൾ മറുപടി ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം വിശുദ്ധിയില്ലാതെ നാം അത് ചെയ്യുന്നത് കൊണ്ട് ആകാം. ലേവ്യ പുസ്തകം 11:44 പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരാകണം. അങ്ങനെ നിരവധി വാക്യങ്ങൾ വിശുദ്ധിയെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഹഗിയോസ് എന്ന ഗ്രീക്ക് വേർഡാണ് വിശുദ്ധിക്ക് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന കൺസ്യൂമർ ഫയർ, ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ടാണ്. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധിയോടുകൂടി നാം ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് നാം അറിയണം. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്ന ആ വേർഡ് അതിൻ്റെ അർത്ഥം നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം അത്ര വിശുദ്ധിയോടുകൂടി ദൈവം നമ്മെ ആക്കി ഇവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ നാം അശുദ്ധിയിലേക്ക് വിശുദ്ധിയെ തെരഞ്ഞെടുത്ത് വന്നെങ്കിൽ പിന്നെ നാം അശുദ്ധി വിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഈ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് നമുക്കറിയാം വിശുദ്ധി അഭിനയിക്കുകയാണ് പലരും, പ്രിട്ടൻഡ് ചെയ്യുകയാണ് പലരും വിശുദ്ധി. ഒരു കാര്യം പറയാം, വിശുദ്ധി അഭിനയിക്കുവാനുള്ളതല്ല, മറിച്ച് അനുസരിക്കുവാനുള്ളതാണ് വിശുദ്ധി. കർത്താവിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം വിശുദ്ധർ ആകേണ്ടത് എന്നാണ് നാം ആദ്യം നോക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനായിട്ടാണ്. എഫേഷ്യൻസ് 1:4 പറയുന്നു, എന്ന് വായിക്കാമോ? എഫേഷ്യൻസ് 1:4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തതാണ് വിശുദ്ധരായിട്ട് നാം ആയിരിക്കുവാനായിട്ട്. അടുത്ത, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കാനാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. 1 കൊരിന്ത്യർ 3:16-17 ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ശരീരം നാം വിശുദ്ധിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നാം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് നമ്മിൽ സന്തോഷിക്കുന്നത്, നമ്മിൽ പ്രസാദിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ഒരിക്കലൊരു ചർച്ചിൽ, ആ ചർച്ചിൽ വളരെ അമേരിക്കയിലുള്ളൊരു ചർച്ചാണ്. എല്ലാവരും വളരെ ഡിസിപ്ലിൻഡായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. സൂട്ടും കോട്ടും ഒക്കെ, അവിടെ ചില പ്രത്യേക യൂണിഫോമൊക്കെ ഉണ്ട് ചർച്ചിൽ ഇരിക്കണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വളരെ ഡിസിപ്ലിൻഡായിട്ട് സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ കൂടെ ഒരു വളരെ ഷാബിയായി വളരെ ലൂസ് ജീൻസും ഒക്കെ ഇട്ട് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു യുവാവ് കയറി വന്നു. ഇവൻ കയറി വന്നപ്പോൾ അവർക്ക് ആർക്കും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ വളരെ രൂക്ഷമായിട്ട് ഇവനെ നോക്കി. ഇവൻ വന്ന് ബാക്കിലെ ബെഞ്ചിലിരുന്നപ്പോൾ
ആ റോയിലിരുന്ന എല്ലാ ആളുകളും സൂട്ടിട്ടവർ എണ്ണീറ്റ് ഫ്രണ്ടിലോട്ട് പോയിരുന്നു. കാരണം അന്ന് വരെ അവർ ബാക്കിൽ ഒരു ഫ്രണ്ടിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ഇവനെ കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് നേരെ അവർ ഫ്രണ്ടിലോട്ട് പോയിരിക്കുക. അപ്പോൾ ചർച്ചിൻ്റെ സർവീസ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചെന്ന് ഈ യുവാവിനോട് പറഞ്ഞു, നീ ഇനിയും അടുത്ത ഞായറാഴ്ച ഈ ചർച്ചിൽ വരുമ്പോൾ, വന്നതിനൊക്കെ വളരെ നന്ദി, പക്ഷേ അടുത്ത ഞായറാഴ്ച ഈ ചർച്ച് വരുമ്പോൾ ഈ ചർച്ചിൽ ചില ഡിസിപ്ലിനുണ്ട്, ചില യൂണിഫോം ഉണ്ട്, ഞങ്ങളുടെ ഒരു ഡ്രസ് കോഡുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ് കോഡ് എന്തുവാന്ന് ജീസസിനോട് ചോദിച്ചിട്ട് അത് ഇട്ട് വേണം ഈ ചർച്ചിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അവനങ്ങനെയൊന്നും ചോദിക്കത്തില്ല, വരത്തുമില്ല എന്ന് കരുതിയാണ് പാസ്റ്റർ അത് പറഞ്ഞത്. പക്ഷേ ഇവന് അടുത്ത സൺഡേ വീണ്ടും അതേ രീതിയിൽ വളരെ ലൂസ് ജീൻസും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് വളരെ ഇതായിട്ട് ഈ ചർച്ചിൽ വീണ്ടും വന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇച്ചിരി ദേഷ്യം വന്നു. അവസാനം ചർച്ച കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിച്ചു, സഹോദരൻ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ ഈ ആഴ്ച വരുമ്പോൾ നീ കർത്താവിനോട് ചോദിക്കണം എന്ത് ഡ്രസ് കോഡാണ് ഈ ചർച്ചിൽ ഇടേണ്ടത് എന്ന് ചോദിച്ചിട്ട് വേണ്ടായി വരാൻ. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു കർത്താവിനോട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, കർത്താവ് എന്ത് പറഞ്ഞു? അപ്പം അവൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെപ്പോലും അവർ ആ ചർച്ചിലോട്ട് കയറ്റുന്നില്ല, അതുകൊണ്ട് അവിടെ എന്തുവാ ഡ്രസ് കോഡെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ഇടാതെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു വിശുദ്ധി അഭിനയിക്കുന്ന ആളുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണമെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടുകൂടി തന്നെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ആക്ട് ചെയ്യുന്നതിലാണ് പ്രശ്നം. നമുക്കറിയാം, ലോകത്ത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മെ അശുദ്ധമാക്കുന്നത് ലോകത്തിലെ പല കാര്യങ്ങളുമാണ്. ഇന്ന് നമ്മിലേക്ക് പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുന്നു എന്ന് നമുക്കറിയാം. ഈ പിശാച് ഇങ്ങനെ നടക്കുമ്പോൾ ഈ പിശാച് ഇന്ന് നമ്മിലേക്ക് കയറുവാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്ഥാപന ഇത് ഗാഡ്ജറ്റ് ഈ മൊബൈലാണ്. അപ്പോൾ ലോകത്തിലെ പല അശുദ്ധികളും നമ്മളിലേക്ക് കയറി വരുവാൻ ഈ മൊബൈൽ വഴി ഇന്ന് പിശാച് ഒരുക്കുകയാണ്. അവൻ്റെ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ വളരെ മാസ്മരികതയാണ് കാണുന്നത്. ഐഫോൺ പ്രോ 17 ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിലൂടെയാണ് പിശാച് കയറി വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൊബൈൽ ഫോണ് നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമായിട്ട്, പുറത്തൊന്നും കൊടുക്കണ്ട, നിങ്ങളുടെ ഫാമിലിയിൽ ഈ ഫോൺ ധൈര്യമായിട്ട് എല്ലാവരും നോക്കിക്കോളാമെന്ന് ധൈര്യമായിട്ട് പറയാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ എൻ്റെ ഫോണ് എല്ലാവർക്കും ഓപ്പണാണ്. ഞാൻ എൻ്റെ വെളിയിലല്ല, എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാവരും ഓപ്പണാണ്. കാരണം അവർക്ക് എന്നെ വിശ്വാസമാണ്. പക്ഷേ എന്നെ അവർക്ക് വിശ്വാസമല്ലാത്തതുകൊണ്ട് അവരെൻ്റെ ഫോൺ തീർച്ചയായിട്ടും നോക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് അവരെ വിശ്വാസമായിട്ട് ഞാൻ നോക്കുന്നുമില്ല. ഞാൻ പറഞ്ഞത് എത്ര കൊണ്ടൊരു ഒരു പ്രാസംഗികം പറഞ്ഞതാണ്, ഈ ഫോണ് നിങ്ങൾക്ക് ഞാൻ ഈ ഫോൺ തരാം, ഈ ഫോണ് നിങ്ങൾ നോക്കിയേച്ച് എന്തെങ്കിലും അശുദ്ധി ഈ ഫോണിൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ആ ഫോൺ എടുത്തോളാൻ പറഞ്ഞു. ഏതാ അശുദ്ധിയായ ഫോൺ അവൻ എടുത്തോളാൻ, അവനും അശുദ്ധി ആയിക്കോട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ധൈര്യത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയുമോ? അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം അഭിനയിച്ചിട്ട് കാര്യമില്ല, അത് നാം അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം നമുക്കറിയാം, വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള തീരുമാനം അതൊരു ചോയ്സാണ്, നമ്മുടെ റൈറ്റ് ചോയ്സാണ്. വിശുദ്ധിയോടുകൂടി നാം ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ നാം തീരുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വിശുദ്ധിയിൽ നിങ്ങളെ നടത്തുവാൻ, നിങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു മനുഷ്യന് പെട്ടെന്ന് നെഞ്ചിനകത്ത് വേദന വന്നു. അപ്പോൾ ആംബുലൻസ് വിളിക്കണം. ആംബുലൻസുകാരൻ്റെ നമ്പർ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലാണ് കിടക്കുന്നത്. വൈഫിനോട് പറഞ്ഞു, പെട്ടെന്നെടുത്ത് ഈ ആംബുലൻസുകാരനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം വൈഫ് എടുത്തപ്പം ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. പാസ്വേഡ് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത്, ഇപ്പം വേദന കുറവുണ്ടെന്ന്, ഇപ്പം വിളിക്കേണ്ടെന്ന്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് നമ്മുടെ പലരുടെയും വിശുദ്ധി. അതുകൊണ്ട് വിശുദ്ധി നാം ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ പോരാ, നാം അത് മറ്റുള്ളവരുടെ മുമ്പാകെ തെളിയിക്കുക വേണം. നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ എപ്പോഴും പറയും, നാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തെന്ന് നമുക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ,
അത് അനുഭവിക്കുന്ന ബെനിഫിഷ്യറി കൂടെ തോന്നണം ഞാനിത് ചെയ്തുവെന്ന്. അപ്പോൾ ആ വിശുദ്ധിയിൽ നാം ഇതുപോലെ തന്നെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഞാൻ വിശുദ്ധിയോടുകൂടി ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം നാം ദൈവസന്നിധി എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണിത്. ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അശുദ്ധി ഇന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് കൈ നീട്ടരുത്. കാരണം ബൈബിൾ പറയുന്നു, ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഇത് നിങ്ങൾ അയോഗ്യമായി ഭക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പല ചരിത്രത്തിൽ പല ആൾക്കാരും ഈ അശുദ്ധിയോടുകൂടി ഈ കർത്താവിൻ്റെ തിരുമേശ അനുഭവിച്ചത് കൊണ്ട് രോഗികളായി മാറിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയധികം വളരെ പ്രാധാന്യം ഈ തിരുമേശയ്ക്ക് നാം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത്, അത് വെറും ശോധനയല്ല, പരിപൂർണമായി ശോധന ചെയ്ത്, എന്തെങ്കിലും അശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അശുദ്ധിയായിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു നല്ല റൈറ്റ് ചോയ്സ്, ഒരു യഥാർത്ഥ തീരുമാനം എടുക്കുക. ഇന്ന് കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇനിയും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടുകൂടി അന്ത്യത്തോളം ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ആ തീരുമാനം നടപ്പാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ വിശുദ്ധരാകുവാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നാം ശുദ്ധീകരണം പ്രാപിക്കണം. എബ്രായർ 12:14 എന്ന് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മനസ്സിലല്ലോ, വിശുദ്ധിയോടുകൂടി അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കും ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. ഈ വിശുദ്ധി, ഹോളിനെസ് അത്രയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തത്, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. റോമർ 12:1 വായിക്കും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കണം. ദൈവത്തിന് യാഗമായി അർപ്പിക്കേണ്ടത് വിശുദ്ധിയോടുകൂടിയുള്ള കാര്യമായിരിക്കണം. പണ്ട് മുതലേ, പഴയ നിയമ കാലഘട്ടം മുതൽ തന്നെയാണ് ഊനമില്ലാത്ത ഒന്നിനെ അല്ല ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ യാഗം അർപ്പിക്കേണ്ടത് നമ്മെ തന്നെയാണ് യാഗം അർപ്പിക്കേണ്ടതെന്ന് കർത്താവ് പറയുമ്പോൾ നിങ്ങൾ ആ യാഗം അർപ്പിക്കേണ്ടത് ഏറ്റവും വിശുദ്ധിയോടുകൂടിയുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, വിശുദ്ധി അഭിനയിക്കുകയല്ല, അനുസരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഈ വിശുദ്ധി ഇന്ന് പല ആളുകളും ഇത് അഭിനയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് വിശുദ്ധിയോടുകൂടി സമർപ്പിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ആയുഷ്കാലം ഒക്കെയും വിശുദ്ധിയിലും നീതിയിലും നാം ആരാധിക്കണം. ലൂക്കോസ് 1:74. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. അടുത്ത, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. 1 പീറ്റർ 1:15. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് കർത്താവിൻ്റെ ആദ്യം വിശുദ്ധിയോടുകൂടി ജീവിക്കും എന്നുള്ള തീരുമാനമെടുക്കുക. അതിനുശേഷം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക. ഇതില്ലാത്തവർക്കാണ് ഈ അഹങ്കാരം ഉണ്ടാകുന്നത്. ഒരിക്കൽ നമ്മുടെ മർത്തോമ, പഴയ പേര് ഞാൻ മറന്നുപോയി, ഒരു കോമഡി പറയുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു, ക്രിസ്റ്റോസം തിരുമേനി പറഞ്ഞ ഒരു സ്റ്റോറിയുണ്ട്. സ്റ്റോറിയല്ല, ഒരു റിയൽ കാര്യമാണ്. പുള്ളി ഒരിക്കൽ പറഞ്ഞു, ഈ തിരുവല്ലയിൽ കൂടെയൊക്കെ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ നടന്ന ഒരു ചെറുപ്പക്കാരനെ ഒരിക്കൽ അവന് എങ്ങാണ്ടൊരു വിസ കിട്ടി, വർഷങ്ങൾക്ക് മുമ്പാണ്.
വിസ കിട്ടി അവനെ UAE പോയി, ദുബായിക്ക് പോയി. അങ്ങനെ ദുബായിലൊക്കെ ചെന്ന് അവൻ കുറച്ച് 5-10 വർഷം കൊണ്ട് കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കി അവൻ 10 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തിരുമേനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതലേ, പുള്ളി അച്ഛനായിരുന്ന സമയത്ത് മുതലേ ഈ പയ്യനെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവനെ അത്ര ഒരു പെർഫെക്റ്റായിട്ടൊന്നും നടന്ന ഒരു കക്ഷിയല്ല. അപ്പോൾ തിരുമേനി ഇവനെ അച്ഛനായിരുന്ന സമയത്ത് ഒരുപാട് ഉപദേശിച്ചിട്ടൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുമേനി ആയിരിക്കുന്ന സമയത്ത് ഈ തിരുമേനിയുടെ അരമനയിൽ തിരുവല്ലയിൽ ഒരു ദിവസം ഇവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു ഫാഷനാണല്ലോ വലിയ ബെൽ ബോട്ടം പാൻസും ഒക്കെ ഇട്ട് തിരുമേനിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ തിരുമേനിയെ കണ്ടു, എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എന്നിട്ട് അവൻ തിരുമേനിയോട് ഒരു കാര്യം പറഞ്ഞു, തിരുമേനി എനിക്ക് ഒരു കല്യാണം കഴിക്കണം. അപ്പോൾ തിരുമേനി പറഞ്ഞു, അതിനെന്നാ കല്യാണം കഴിക്കാനല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, നിനക്ക് വല്ല ഡിമാൻഡ് വല്ലതും ഉണ്ടോ എന്ന് തിരുമേനി ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, തിരുമേനി ഞാനിപ്പം ഗൾഫിലാണ്, എനിക്ക് നല്ല സൗകര്യമാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗേളായിരിക്കണം, ഇനിയും വല്ലതും ഉണ്ടോടാ? അപ്പം പറഞ്ഞു, എനിക്കിത്രയും സംവിധാനം ഉള്ളപ്പം എനിക്കൊരു എസ്റ്റേറ്റോ വല്ലതും കിട്ടിയാൽ കൊള്ളാം, എത്ര ഏക്കറായാലും കുഴപ്പമില്ല, കിട്ടിയാൽ കുഴപ്പമില്ല. ഇനിയുമോ? പിന്നൊരു 100 ഭവൻ അത് കിട്ടിയാലും കുഴപ്പമില്ല. പിന്നോ ഒരു കാറൂടെ കിട്ടിയാൽ വളരെ നല്ലത് എന്ന് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പോൾ തിരുമേനി ഇവനോടൊരു മറുപടി പറഞ്ഞു. തിരുമേനി പറഞ്ഞു, എടാ ഇത്രയും സൗകര്യമുള്ള ഒരു ഗേള് ഈ സമുദായത്തിലുണ്ടെങ്കിൽ ഈ കുപ്പായ ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമോ? അതിനെയും കൊണ്ട് ഞാൻ എന്നേ പോകുമെന്ന്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നത്തെ ആളുകളുടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ലൗകിക നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഭാവവും മട്ടും എല്ലാം അങ്ങ് മാറും. പിന്നെ നാം വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതിനെയും പാസ്റ്ററിന് കുഴപ്പമില്ല, ചില പാസ്റ്റർമാരും ഇങ്ങനെയാണ്. കാരണം നമ്മുടെ പാസ്റ്റർ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ചില പാസ്റ്റർമാരെ കണ്ടിട്ടുള്ള ഞാനൊക്കെ ഈ ട്രഡീഷണൽ ചർച്ചിൽ ഒരുപാട് നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഈ പാസ്റ്റർമാരോടുള്ള രീതികളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളന്ന് ചർച്ചിൽ ഓൾട്ടർ ബോയ്സായിട്ടൊക്കെ കയറുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഓൾട്ടർ ബോയ്സായിട്ടൊക്കെ നിന്ന മദ്ബഹായി കയറുന്നവർ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 2 പേര് ഓടി അവസാനം പാസ്റ്ററായി. അപ്പം അന്നൊക്കെ എനിക്ക് അവരോട് ഭയങ്കര അഗൈൻസ്റ്റായിരുന്നു, ഞാനത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർ പാസ്റ്ററായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടുമില്ല. അപ്പോൾ അതങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ ഇവൻ ആ പഴയ രീതിയിലല്ല സംസാരിക്കുന്നത്. ഹലോ ബ്രദർ, ഇങ്ങനെ തൊണ്ടയ്ക്കാരാണ്ട് പിടിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തൊക്കെയോ അവൻ വേറൊരു ലോകത്തായി. പിന്നെ ഞാൻ ബിജു സജി എന്നൊക്കെ അവൻ്റെ പേര്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എങ്ങാനും കേട്ടാൽ എന്നെ കോട്ടയത്താണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവർ അവരുടെ സൗണ്ടൊക്കെ അങ്ങോട്ട് മാറി, ഹലോ ബ്രദർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ അഭിനയമല്ലേ, അഭിനയം. അപ്പം പാസ്റ്ററായി, ദൈവം സഹായിച്ചു, രണ്ടാമത് കണ്ടു. ഞാനിത് പുള്ളിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കന്ന് ശരിക്കും നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നവനൊക്കെ പിന്നെ അവൻ എന്നെ കാണുമ്പോൾ ഹലോ ബ്രദർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ അഭിനയിക്കല്ല വിശുദ്ധി. നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. മറന്നു പോകരുത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. അടുത്ത് സ്വയം വെടിപ്പാക്കി മാനപാത്രം ആകണം. 2 തിമോത്തി 2:21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. പ്രിയമുള്ളവരെ, ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ്. കാരണം നാം ബാപ്റ്റിസത്തിൽ കൂടെ നമ്മുടെ ഉടമസ്ഥാവകാശം നാം കർത്താവിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി കാണുന്ന പോലെ നമ്മുടെ ഓണർഷിപ്പ് നാം ദൈവത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉടയവൻ, നമ്മുടെ ഉടമസ്ഥൻ, അല്ലെ നമ്മുടെ കർത്താവ്, നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ അവകാശമുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അപ്പം ഈ ഉടമസ്ഥന് മാനപാത്രമായി ജീവിക്കണം. അല്ലേ? കർത്താവ്
ഈ യഹോവ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിൻ്റെയും പേര് ചൊല്ലി മോശയോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാകുന്നു. ഇത്ര അഭിമാനത്തോടുകൂടി, ഇത്ര മാനത്തോടുകൂടിയാണ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിൻ്റെയും പേര് ദൈവം ചൊല്ലുന്നത്. എന്നെയും നിങ്ങളെയും പറ്റി അടുത്ത തലമുറയോട് ദൈവം ഇതുപോലെ അഭിമാനത്തോടുകൂടി പറയണമെങ്കിൽ ഇന്ന് മാനപാത്രമായി നാം ജീവിക്കണം. അപമാനപാത്രമായി കർത്താവിനെ അശുദ്ധിയോടുകൂടി ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായി, അപമാനിതരായി, ലജ്ജിതരായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ആ വില നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ ദൈവം എത്രയധികം ദുഃഖിക്കുന്നുണ്ട് എന്ന് നാം പറയണം. അതുകൊണ്ട് നാം ഒരു മാനപാത്രമായിട്ട് ലോകത്ത് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തത് ശാരീരിക വിശുദ്ധിയും ഹൃദയവിശുദ്ധിയും നാം കാത്തു സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശരീരം നാം ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ശാരീരിക ശുദ്ധി നാം സൂക്ഷിക്കണം. നമ്മുടെ രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കണം. നമ്മുടെ രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കണം. ആരും അങ്ങോട്ട് വന്ന് നോക്കത്തില്ല. ദൈവവും നിങ്ങളും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഒരു വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എബ്രായർ 9:14 ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവിൻ്റെ രക്തമാണ് നമ്മുടെ ഹൃദയശുദ്ധി. ആ കർത്താവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ വാക്കിനെയും നമ്മുടെ പ്രവൃത്തിയെയും എല്ലാം വിശുദ്ധിയിൽ വേണം നാം കൊണ്ടുപോകുവാനായിട്ട്. തീർച്ചയായിട്ടും ഈ അന്ത്യ കാലഘട്ടത്തിൽ ഈ വിശുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു മണവാട്ടി സഭയെ തേടിയാണ് കർത്താവ് വരുന്നത്. ഒരു മണവാളന് ഒരു മണവാട്ടി വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കുന്ന സമയം വരെയും ഈ മണവാട്ടി വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. തനിക്കായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ മണവാളിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. ഈ മണവാളൻ കല്യാണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ മണവാട്ടി വേറെ എന്തെങ്കിലും അശുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടെന്ന് ഈ മണവാളൻ അറിഞ്ഞാലത്തെ സ്ഥിതി എന്താകും? അതുപോലെയാണ് നമ്മെ ഓരോരുത്തരെയും വിവാഹ നിശ്ചയം ചെയ്തിട്ട് കർത്താവ് നമുക്കായി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ഭവനത്തിൻ്റെ പണി കഴിയുമ്പോൾ അവൻ മടങ്ങി നമ്മെ ഈ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരും. അന്ന് ഈ മണവാട്ടി സഭ, ഞാനും നിങ്ങളും ഈ മറ്റ് ജാരസന്തതിയുടെ പുറകെ അല്ലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നാം മറ്റ് അശുദ്ധിയിലേക്ക് മാറിയാൽ ഈ മണവാളൻ നമ്മെ സ്വീകരിക്കുമോ? സംശയമാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വേണം നമുക്ക് പോകുവാനായിട്ട്. വിശുദ്ധ ജീവിതത്തിനായി നാം വേർപാട് പാലിക്കണം. വളരെ അത്യാവശ്യമാണ്. 2 കൊരിന്ത്യർ 6:17 അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രമാണം അല്ലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വിട്ട് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഒരിക്കൽ 2 കുട്ടികൾ സ്കൂളിൽ 2 ബിലീവേഴ്സാണ്. അവർ സ്കൂളിലെ ഈ പിയർ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ ഈ സമ്മർദ്ദം കൊണ്ട് അവർ പറഞ്ഞു ഏറ്റവും നല്ലൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര മോറൽ വാല്യൂസൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണണം. പക്ഷേ ഇവർക്ക് വീട്ടിൽ ഭയമായത് ചോദിക്കാനായിട്ട്. പെന്തിക്കോസുകാരുടെ വീട്ടിൽ പോയി ഫിലിം കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് അവർ ചോദിക്കാനും മടി. അപ്പോൾ അവർ 2 പേരും കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പോയി പാസ്റ്ററോട് ചോദിക്കുക, ഇത് പോയി ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടാലോ എന്ന്. അവർ നേരെ പാസ്റ്റർ എടുത്ത് ചെന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫിലിമിൻ്റെ കാര്യം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, നല്ല മോറൽസൊക്കെ ഉള്ളതാണ്, അപ്പം ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യും, 3 ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഇവർ ഓർത്തു പാസ്റ്ററും വരുന്നു കാണാൻ എന്നോർത്ത് ഇവരിയ്ക്കുമ്പം അപ്പം അന്ന് നമുക്ക് ഒരുമിച്ച് പോയി കാണാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എനിക്കല്ല, ഒന്ന് ജീസസിനാന്ന് പറഞ്ഞു.
കർത്താവിന് കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. യേശു കർത്താവിന് ഒരു ടിക്കറ്റ് എടുത്ത് അടുത്തിരുത്തി കാണിക്കാൻ കൊള്ളാവുന്ന ഫിലിമാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോളാം പറഞ്ഞു. അവർ പറഞ്ഞു എന്നാൽ കർത്താവിന് കാണാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതാണ്. അപ്പം നമ്മുടെ പ്രമാണം വിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് നാം പോകുന്നത് ഒരിക്കലും ബൈബിൾ നമ്മെ അനുവദിക്കുന്നില്ല. ഇത്ര അതികഠിനമായ കാര്യങ്ങൾ എന്നൊക്കെ ചിലപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് തോന്നിക്കാം. പക്ഷേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യവും കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ കർത്താവ് നമുക്ക് പാലിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ, ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മോട് അനുസരിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളൂ. അവൻ അനുസരിച്ചതാണ്. യേശു കർത്താവ് കാൽവറിയിൽ അനുസരിച്ചതാണ്. അത്രയും വലിയ കാര്യമല്ലല്ലോ നിങ്ങളോട് പറയുന്നത് അനുസരിക്കുവാനായിട്ട്. അപ്പോൾ ഒരു വേർപാട്, അതിനെ സെറ്റപ്പാർട്ട്, ഒരു വേർപാട് നാം ലോകത്തിലോട് പാലിക്കണം. തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്റ്റോറിയോടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ ഈ കുമ്പനാട്ടൊരു ബെന്തിക്കോസ് ഫാമിലിയുണ്ട്. അപ്പോൾ ഈ ഫാമിലി ഒരിക്കൽ അവിടുത്തെ ഫാദർ മരിച്ചുപോയി. പിന്നെ ഈ മദറുമുണ്ട്, ഈ അമ്മയുടെ ഒരു മകനുമുണ്ട്. അപ്പോൾ ഈ മകന് കല്യാണം കഴിച്ചു. അമ്മയ്ക്കൊരു കൂട്ടായിട്ട് നിന്നുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച അന്ന് മുതൽ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഈ വന്ന മകളും അല്ലെ ഈ മകൻ്റെ വൈഫും ഈ അമ്മയും കൂടെ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. എപ്പോഴും വഴക്കാണ്. പെന്തിക്കോസ്താന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, വഴക്കാണ്. അപ്പോൾ ഇങ്ങനെ വഴക്ക് നോക്കുമ്പോൾ ഇവനിതങ്ങ് സഹി കിട്ടി. ഇവൻ അമ്മയും വേണം ഭാര്യയും വേണം. വലിയ പ്രശ്നത്തിലായി ഇവന്. അപ്പോൾ ഇവനോട് സഭയിലെ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ഹോളി ലാൻഡിൽ പോകാൻ പറഞ്ഞു. ഹോളി ലാൻഡിൽ പോയാൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരും, ആർക്കെങ്കിലുമൊക്കെ വ്യത്യാസം വരും. ഒന്നീ അമ്മായിയമ്മയ്ക്ക് വരും, അല്ലെങ്കിൽ മരുമോക്ക് വരും, അല്ലെങ്കിൽ നിനക്ക് വരും. അപ്പം അവിടെയൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ചെയ്ത് തിരിച്ചു വരാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവന് ഈ എല്ലാവരെയും കൂട്ടി ഈ ഹോളി ലാൻഡിലേക്ക് പോയി. ഹോളി ലാൻഡിൽ പോയി അങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് കർത്താവിൻ്റെ ക്രൂശ് ഇരിക്കുന്ന ഗോൽഗോഥ ഒക്കെ പോയി കണ്ടതിന് ശേഷം ഗോൽഗോഥായിൽ വെച്ച് ഈ അമ്മയ്ക്ക് ഒരു അറ്റാക്ക് വന്നു. അപ്പോൾ ഈ അമ്മ അവിടെ വെച്ച് പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് താഴെ വീണു. പെട്ടെന്ന് അവർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ മരിച്ചു. അപ്പം ഇസ്രായേലിലാണ്, എന്ത് ചെയ്യും? അപ്പോൾ ഇവർ ആകെ പ്രശ്നത്തിലായി. കാരണം തിരിച്ച് ഈ ബോഡി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ വലിയ ഫോർമാലിറ്റീസാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവസാനം ഈ പയ്യന്, അത് തന്നെയല്ല വലിയ എക്സ്പെൻസീവുമാണ് ഇത് കൊണ്ടുവരുന്നതിന്. അപ്പോൾ ഈ പയ്യൻ അവസാനം തീരുമാനിച്ചു, എന്നാൽ പിന്നെ അമ്മയെ അവിടെ തന്നെ അങ്ങ് അടക്കിയേക്കാം എന്ന് വെച്ചു. അപ്പോൾ പയ്യൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, അല്ല വേറെ ഇനി നിവൃത്തിയില്ല, എനിക്കത്രയും ചെയ്യാനുള്ള കഴിവുമില്ല. പെട്ടെന്ന് ഈ വൈഫ് പറഞ്ഞു, വേണ്ട ഒരിക്കലും ഇവിടെ അടക്കണ്ട, അമ്മയെ നാട്ടിൽ തന്നെ അടയ്ക്കാൻ മതി, അതിനുള്ള എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. അപ്പോൾ അവിടെ കയ്യിലില്ല, അവിടെ ഫാദറിനോട് പറഞ്ഞ് അതിനുള്ള എല്ലാ എക്സ്പെൻസും ഞാൻ വഹിച്ചോളാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവന് വലിയ സന്തോഷമായി. ഒന്നുമില്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്തോ അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടില്ല, ഇനി മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും അവളൊരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നു. ശരി, അങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പൈസയൊക്കെ വരുത്തി ഈ ബോഡി നേരെ നാട്ടിൽ കൊണ്ടുവന്ന് കുമ്പനാട്ട് അടക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ടെല്ലാം തിരിച്ചു വന്നു. 2-3 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവൻ ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, ഈ അമ്മയോട് ഒരു സ്നേഹവും ഇല്ലായിരുന്നു നീ ഈ മരിച്ചു കഴിഞ്ഞപ്പം ഇങ്ങോട്ടിങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ ഇത്രയധികം എഫേർട്ട് എടുത്തതും പൈസ മുടക്കേൻ്റെയൊക്കെ കാരണം എന്താണ്? അപ്പം നിനക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവളൊരു മറുപടി പറഞ്ഞ്, സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, കാരണം ഈ അമ്മ അവിടെ ഗോൽഗൊത്തോയിലെങ്ങാനും അടക്കിയിട്ട് ഞാനിവിടെ വരുമ്പോൾ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് അമ്മ ഇവിടെ വീട്ടിൽ കാണും. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരുന്ന അമ്മയൊക്കെ പ്രശ്നമായിരിക്കും മരിച്ച അമ്മ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ആളുകൾ വിശുദ്ധിയോടുകൂടി അല്ല നമ്മുടെ ജീവിതത്തിൽ ആക്ട് ചെയ്യുന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പലരും ഇന്നതാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ
വിശുദ്ധി തന്നെയല്ല എല്ലാം. ഒരു ആത്മീയത എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നു, അത് അനുസരിക്കുവാനുള്ളതാണ്, അത് ആക്ട് ചെയ്യാനുള്ളതല്ല, പ്രിട്ടൻഡ് ചെയ്യാനുള്ളതല്ല, അതെപ്പോഴും അഭിനയിക്കുവാനുള്ളതല്ല, അത് അനുസരിക്കുവാനുള്ളതാണ്. അപ്പോൾ ഈ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ആ വിശുദ്ധിയിൽ നമുക്ക് ജീവിച്ച് ഈ കമ്മ്യൂണിയൻ അനുഭവിച്ച് ഏറ്റവും വിശുദ്ധിയോടുകൂടി അന്ത്യത്തോളം നിൽക്കുവാൻ കർത്താവിൻ്റെ ആ മണവാളൻ നമ്മെ തേടി വരുമ്പോൾ വിശുദ്ധിയായ ഒരു മണവാട്ടി സഭയെ തേടി അവൻ്റെ കൂട്ടത്തിൽ നമുക്ക് പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.